ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാർത്തിക് മഴയെ തിരിച്ച് സ്കൂളിൽ കൊണ്ടുവന്നാക്കിയ ശേഷം കാർത്തികിനോട് അവിടുന്ന് പെട്ടെന്ന് പോകാൻ വേണ്ടി പറയാണ്. എന്നിട്ട് അവിടെയുള്ള മാനേജറും ദീപ ടീച്ചറും കൂടിയിട്ട് ഓഫീസ് റൂമിൽ ചെന്ന ശേഷം മഴയോട് അങ്ങ് ഉപദേശിച്ച് കൊടുക്കുകയാണ്. നീ കാർത്തികിൻ്റെ കൂടെ പോയ വിവരമൊന്നും പറയരുത്, പി ടി മാഷിൻ്റെ കൂടെ പോയ വിവരമൊന്നും ആരോടും പറയരുത്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പി ടി മാഷിൻ്റെ ജോലി പോവും, ഒപ്പം ഈ ദീപ ടീച്ചറുടെയും ജോലി പോവും എന്നൊക്കെ അങ്ങ് പറഞ്ഞ് മാനേജർ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അങ്ങനെ പി ടി മാഷ് സ്കൂളിൽ നിന്നും പോവും എന്ന് കണ്ടപ്പോൾ മഴയ്ക്കത് സഹിക്കുന്നില്ല. അങ്ങനെ മഴ പറയുകയാണ്, ഇല്ല മാഷ്, ഞാൻ ആരോടും പറയില്ല. അതുകൊണ്ട് എൻ്റെ മാഷിൻ്റെ ജോലി ഇവിടുന്ന് കളയരുത്, മാഷ് ഇവിടെ തന്നെ വേണം എന്നൊക്കെ മഴ അങ്ങ് പറയാണ്. എന്നാൽ മോള് ചെറിയൊരു കള്ളം അമ്മയോടൊക്കെ പറയണം, ഞാൻ പറഞ്ഞു തരാം എന്താണ് പറയേണ്ടത് എന്നുള്ളത്. അതുപോലെ മോള് വീട്ടിൽ ചെന്നാലൊക്കെ അങ്ങനെ പറയാൻ പാടൂ എന്നങ്ങ് മാനേജർ പറഞ്ഞു കൊടുക്കുകയാണ്. അങ്ങനെ മാനേജർ മഴയോട് പറയാണ്, മോള് ഇപ്പോൾ ക്ലാസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി എന്നുള്ളൊരു കള്ളം പറഞ്ഞാൽ മതി. മോള് മാഷിനെ കാത്തിരുന്നതാണ് ചെസ്സ് കളിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് മാഷിനെ കാണാതായപ്പോൾ ഞാൻ ക്ലാസ്സിലിരുന്ന് ഉറങ്ങിപ്പോയി എന്നുള്ളൊരു കള്ളം പറഞ്ഞേക്ക് എന്നങ്ങ് പറയട്ടോ. എന്നിട്ട് പിന്നെ മോളെയും കൂട്ടി മഴയെയും കൂട്ടി അവിടേക്ക് ചെല്ലാണ്. അപ്പോഴത്തേക്കും അച്ചമ്മയും ശരത്തൊക്കെ എത്തിയിട്ടുണ്ട്. അച്ചമ്മ മഴയെ കണ്ടപ്പോഴത്തിന് ഓടി ചെന്നിട്ട് മോളെ അങ്ങ് കെട്ടിപ്പിടിച്ചുകൊണ്ട് ഉമ്മ ഒക്കെ വെക്കുകയാണ്. എന്താ മോളെ, ഇനി ഞങ്ങളെല്ലാവരെയും പേടിപ്പിച്ച് കളഞ്ഞല്ലോ, മോൾ എവിടെയായിരുന്നു എന്നൊക്കെ ചോദിക്കുകയാണ്. ഞാൻ ക്ലാസ്സിലുണ്ടായിരുന്നല്ലോ. ക്ലാസ്സിലോ? ഞാൻ ഇവിടെ സ്കൂൾ മൊത്തം അരിച്ചു പെറുക്കിയതാണ്, മോൾ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, മോൾ എവിടെയാണ് പോയത്? ഇല്ല അച്ചമ്മേ, ഞാൻ ക്ലാസ്സിലിരുന്ന് ഉറങ്ങിപ്പോയതാണ് എന്നങ്ങ് പറയട്ടോ. അപ്പോൾ ദീപ ടീച്ചറും മാനേജറും കൂടി പറയണം, അതെ മോൾ അവിടെ ഉണ്ടായിരുന്നു, മോൾ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയതാണ് എന്നൊക്കെ പറയുമ്പോൾ ശരത്തിനൊരു സംശയം വരികയാണ്. അങ്ങനെ ശരത്ത് പറയണം, മോൾ ഇവിടെ വന്നേ, എന്നിട്ട് മോൾ എന്താ എവിടെയായിരുന്നു, എവിടേക്കാണ് പോയത്, മോളൊന്ന് പറഞ്ഞ് സത്യം പറഞ്ഞ് എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ മഴ മിണ്ടാതെ ഇങ്ങനെ നിൽക്കണ്ടോ. അപ്പോൾ ദീപ ടീച്ചർക്കും മാഷിനും ഒക്കെ അങ്ങ് പേടി വരികയാണ്. അപ്പോൾ അവർ എന്താ സാറേ ഇങ്ങനെയൊക്കെ ചോദിച്ചറിയുന്നത്, മോള് പറഞ്ഞില്ലേ മോള് അവിടെ കിടന്ന് ഉറങ്ങിപ്പോയതാണ്, അതിനെന്തിനാ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നത്? അല്ല, മോൾ ഉറങ്ങിയതാണെങ്കിൽ ഇവരാരും കണ്ടില്ല എന്നാണല്ലോ പറഞ്ഞത്, ഞാൻ ക്ലാസ്സിലൊക്കെ വന്നിരുന്നു എന്ന് അച്ചമ്മയും അങ്ങ് പറയുമ്പോൾ ഇല്ല അച്ചമ്മയെ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു എന്നങ്ങ് പറഞ്ഞ് വഴുതി മാറാൻ കേട്ടോ. അപ്പോൾ ആദിയോട് ചോദിക്കുന്നുണ്ട്, ആദിയല്ലേ പറഞ്ഞത് മോള് നേരെ പി ടി മാഷിനെ കാണാൻ വേണ്ടിയിട്ടാണ് പോയതെന്ന്, എന്നിട്ടിപ്പോൾ മോളെന്താ ഇങ്ങനെ? അതെ, ഞാൻ പി ടി മാഷിനെ കാണാൻ പോയി, പക്ഷേ മാഷ് അവിടെ ഇല്ലയെന്ന് കണ്ടപ്പോൾ നേരെ ക്ലാസ്സിലേക്ക് വന്നിട്ട് പിന്നെ എനിക്ക് അവിടെ വന്നിരുന്നപ്പോഴത്തേനും നല്ല ഉറക്കം വന്നു, അതുകൊണ്ട് ഞാൻ ഉറങ്ങിപ്പോയതാണ് അച്ചമ്മേ എന്നങ്ങ് പറയട്ടോ. അങ്ങനെ എന്നാൽ എത്രയും പെട്ടെന്ന് സുന്ദരിയെ വിളിച്ച് പറയും, മോളിവിടെ എത്തിയിട്ടുണ്ട്, മോളെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എന്നങ്ങ് പറഞ്ഞ് അച്ചമ്മ വിളിക്കാൻ തുടങ്ങുമ്പോൾ ശരത്ത് പറയാണ്, അച്ചമ്മ വിളിക്കണ്ട, ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്നങ്ങ് പറഞ്ഞ് ശരത്ത് സുന്ദരിയെ വിളിക്കാൻ കേട്ടോ. എന്നിട്ട് സുന്ദരിയോട് പറയാണ്, ടെൻഷൻ ആവണ്ട, മോളെ കിട്ടിയിട്ടുണ്ട്, മോള് ക്ലാസ്സിലിരുന്ന് ഉറങ്ങിപ്പോയതാണത്രേ എന്നൊക്കെ പറയട്ടോ. എന്തായാലും ഞാൻ സ്കൂളിലേക്കൊന്ന് വരുന്നുണ്ട്, എനിക്ക് ആ ദീപ ടീച്ചറെ ഒന്ന് കണ്ട് സംസാരിക്കാനാണ് എന്ന് സുന്ദരി പറയുമ്പോൾ ശരത്ത് പറയാണ്, വേണ്ട, ഇവിടേക്ക് വരണ്ട, കാരണം സുന്ദരി ഇപ്പോൾ ആരാണെന്നുള്ള വിവരം ഇവിടെയുള്ള ആർക്കും തന്നെ അറിയില്ല, അതുകൊണ്ട് ഇത്രയും ദിവസം മറച്ചു വെച്ച കാര്യം എല്ലാവരും അറിയും, അതുകൊണ്ട് ഇപ്പോൾ ഇവിടേക്ക് വരണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്ന് പറയട്ടോ. അപ്പോൾ ശരത്ത് പറഞ്ഞതിൽ കാര്യമുണ്ട് എന്ന് മനസ്സിലാക്കിയ സുന്ദരി നേരെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ ശരത്ത് പറയുന്നുണ്ട്, ഞാൻ അച്ചമ്മയെയും മഴയെയും കൂട്ടി വീട്ടിലേക്ക് ഞാൻ വന്നോളാം, സുന്ദരി അപ്പോഴത്തേക്കും അവിടെ എത്തിയാൽ മതി എന്ന് പറയാണ്. സാറിനതൊരു ബുദ്ധിമുട്ടായോ? എനിക്കെന്ത് ബുദ്ധിമുട്ട്? എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടായി എന്നങ്ങ് കൂട്ടിക്കോ, എന്നാലും ഞാൻ അവരെ അങ്ങ് കൂട്ടിക്കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞ് ഒരു ചെറിയ തമാശ പറഞ്ഞ ശേഷം നേരെ മഴയെയും അച്ചമ്മയെയും കൂട്ടി ശരത്ത് വീട്ടിലെത്തുകയാണ്. മഴയെ കാണാത്തതിൻ്റെ പേരിൽ വിനീതൊക്കെ ആകെ ടെൻഷനായിട്ട് തന്നെയാണ് വീട്ടിൽ നിൽക്കുന്നത്. അങ്ങനെ അവരെ കണ്ടപ്പോൾ വിനീത് ഓടി ചെല്ലാണ്, എന്താണ്, എവിടെയായിരുന്നു മോള് എന്നൊക്കെ ചോദിച്ചറിയുമ്പോൾ അവൾ ക്ലാസ്സിലിരുന്ന് ഉറങ്ങിപ്പോയതാണ്, എന്തായാലും സുന്ദരി ആകെ പേടിച്ചിട്ടുണ്ടാവും എന്നൊക്കെ പറയട്ടോ. അങ്ങനെ ശരത്ത് കൂടി അങ്ങനെ അവർ 3 പേരും സംസാരിക്കുമ്പോഴാവും അവിടേക്ക് സുന്ദരി അങ്ങ് വരികയാണ്. എന്നിട്ട് സുന്ദരി ഓടി ചെല്ലാണ് കേട്ടോ മഴയുടെ അടുത്തേക്ക്. അപ്പോൾ ശരത്ത് പറയണം, മോളെ വഴക്കൊന്നും പറയണ്ട, ഇപ്പോൾ ആകെ പേടിച്ചിട്ടാവും നിൽക്കുന്നുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ വിനീത് മഴയോട് പറഞ്ഞിട്ടുണ്ടാവും, നിൻ്റെ അമ്മ ഇങ്ങോട്ട് വരട്ടെ, അമ്മ വന്നാൽ നല്ല വഴക്കെന്ന് എനിക്ക് കേൾക്കുമെന്ന് പറയുമ്പോൾ ഇല്ല, എൻ്റെ അമ്മൂട്ടി എന്നെ വഴക്കൊന്നും പറയില്ല എന്നങ്ങ് മഴ പറയുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സുന്ദരി ഓടി ചെല്ലുന്ന സമയത്ത് മഴ അങ്ങ് പേടിക്കുകയാണ് സുന്ദരിയെ കാണുമ്പോൾ. അങ്ങനെ പേടിച്ചിട്ട് അച്ചമ്മയുടെ പുറകിൽ
തലയിൽ അങ്ങ് ഒളിക്കുകയാണ് കേട്ടോ. അപ്പോൾ സുന്ദരി മഴ ഇങ്ങോട്ട് വന്നേ, മോളിൻ്റെ മുഖത്തേക്ക് നോക്കിക്കേ, മോളിൻ്റെ അടുത്തേക്ക് വന്നേ എന്നൊക്കെ പറഞ്ഞൊന്ന് ഗൗരവത്തിൽ സംസാരിക്കുകയാണ്. അപ്പോൾ പേടിച്ചുകൊണ്ട് തന്നെ മഴ എങ്ങനെ എത്തി നോക്കാനായിട്ട്. അപ്പോൾ അച്ചമ്മ പറയാണ്, എന്തിനാ ഇനിയിപ്പോൾ അവളെ വഴക്ക് പറയാനാണോ? അവളൊന്ന് ഉറങ്ങിപ്പോയതല്ലേ, അത് അവളുടെ കുറ്റമല്ലല്ലോ, അതിനാണോ നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കാൻ പോകുന്നത്? കൊച്ചിനാകെ പേടിയാവും, നീ ഒന്നും മിണ്ടാതിരുന്ന സുന്ദരി എന്നങ്ങ് പറഞ്ഞു മഴയെ കൂട്ടിയിട്ട് അച്ചമ്മ അങ്ങ് പോവാണ് കേട്ടോ. നീ ഇനിയിപ്പോൾ ഓരോന്ന് ചോദിച്ചറിഞ്ഞ് കൊച്ചിനെ കരയിപ്പിക്കാനാണ് എന്നൊക്കെ അങ്ങനെ അച്ചമ്മ പോകുമ്പോൾ പറഞ്ഞുകൊണ്ട് തന്നെയാണ് മഴയും കൂട്ടിയിട്ട് അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. പിന്നീട് ശരത്ത് സുന്ദരിയോട് പറയുന്നുണ്ട്, മേഡം എന്തായാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്, കാരണം ഒരു മുന്നറിയിപ്പ് പോലെയാണ് എനിക്ക് തോന്നുന്നത്. മോള് പറയുന്നത് സ്കൂളിലിരുന്ന് ഉറങ്ങിപ്പോയി എന്നാണ്, പക്ഷേ ആദ്യം അങ്ങനെയല്ലല്ലോ പറഞ്ഞത് എന്നങ്ങ് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആദ്യയോട് സുന്ദരി ചോദിക്കുന്നുണ്ട്, നീ എപ്പോഴാണ് ലാസ്റ്റ് മഴയെ കണ്ടത്? ഞാൻ സ്കൂളിൽ വിട്ട് പോകുന്ന സമയത്ത് മഴ PT മാഷിനെ കാണണമെന്ന് പറഞ്ഞിട്ട് PT മാഷിൻ്റെ ക്ലാസ് റൂമിലേക്കാണ് പോയത്, പിന്നെ എപ്പോഴാണ് തിരിച്ചെത്തിയത് എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ ആദ്യയോട് ചോദിച്ചറിയുമ്പോൾ സുന്ദരി അങ്ങനെ ചോദിച്ചറിയുമ്പോൾ സുന്ദരിക്കും ഒരു ചെറിയ സംശയം വരികയാണ്. മഴ എന്തോ ഒരു കള്ളം മറച്ച് വെക്കുന്നുണ്ട് എന്നുള്ള ഒരു സംശയം വരികയാണ് കേട്ടോ. അങ്ങനെ ശരത്താണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കണം മോളെ, ഇപ്പോൾ ഈ കാര്യം ഒരു നിസാരമാക്കി എടുക്കരുത് എന്നുള്ള കാര്യമൊക്കെ ശരത്തൊന്ന് ഓർമ്മിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ശരത്ത് പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ്ട്. അങ്ങനെ സുന്ദരിയിൽ ശരത്ത് പറയുന്ന ആ വാക്കുകളിൽ ഒരു ചെറിയ പേടിയൊക്കെ പോലെ തോന്നുന്നുണ്ട്. ക്രിസ്റ്റഫർ എങ്ങാനും മോളെ തട്ടിക്കൊണ്ടു പോകുമോ എന്നുള്ള ആ ഒരു ഭയമൊക്കെ സുന്ദരിയുടെ മനസ്സിൽ തോന്നുന്നു. പിന്നീട് ശ്രീദേവിയും കൃഷ്ണനും കൂടി നേരെ പൂജാരിയുടെ അടുത്തേക്ക് ചെല്ലാണ്. എന്നിട്ട് മുരുകൻ വന്നിരുന്നോ എന്നുള്ള കാര്യം ചോദിച്ചറിയണ്. അങ്ങനെ പൂജാരി ആ സമയത്ത് കള്ളം പറയണ, ഇല്ല, മുരുകൻ നാട് വിട്ടു പോയതല്ലേ, പിന്നെ എങ്ങനെ മുരുകൻ തിരിച്ചു വരുന്നത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും പൂജാരി കള്ളം പറയുമ്പോൾ അത് കൃഷ്ണനിൽ സംശയം ഉണ്ടാക്കുകയാണ്. അങ്ങനെ കൃഷ്ണൻ പറയണേ, ഞാനും എൻ്റെ അമ്മയുടെ വയറ്റിൽ ഒരുമിച്ച് 10 മാസം ഒരുമിച്ച് കഴിഞ്ഞവരാണ്, അവനേക്കാളും മിനിറ്റുകൾക്ക് മുന്നേ ഞാൻ ജനിച്ചു എന്നുള്ളൂ, പക്ഷേ അന്നു മുതൽ ഇന്ന് വരെയും എൻ്റെ അനിയൻ എന്നെ ഏട്ട എന്ന് തന്നെയാണ് വിളിച്ചിട്ടുള്ളത്. ഞാൻ വരാതെ അവൻ ഭക്ഷണം കഴിക്കില്ല, ഞങ്ങൾ പിരിയുന്നവരെയും ഒരുമിച്ച് ഒരു കട്ടിലാണ് ഉറങ്ങിയിരുന്നത്, അത്രക്ക് സ്നേഹത്തോടു കൂടിയാണ് ഞാനും എൻ്റെ മുരുകനും കഴിഞ്ഞിരുന്നത് എന്നുള്ള കാര്യമൊക്കെ പൂജാരിയോട് പറയാണ്. അപ്പോൾ പൂജാരി, ഒരിക്കലും എന്നിൽ നിന്നും എൻ്റെ മുരുകൻ വന്ന വിവരം മറച്ചു വെക്കരുത്, എൻ്റെ മുരുകൻ എങ്ങാനും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ എന്നെ കാണാതെ പോയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്, പക്ഷേ എന്താണ് പൂജാരി എന്നിൽ നിന്നും മറച്ചു വെക്കുന്നത്? പൂജാരി പൂജിക്കുന്ന ഈ ദേവിയുടെ മുന്നിൽ വെച്ചിട്ടാണോ എന്നോട് ഇങ്ങനെ കള്ളം പറയുന്നത് എന്നങ്ങ് ചോദിക്കുമ്പോൾ പൂജാരി ആകങ്ങ് പതറാണ് കേട്ടോ. അങ്ങനെ പൂജാരി പറയാണ്, എന്നോട് മുരുകൻ പറഞ്ഞിട്ടുണ്ട് ആരെയും അറിയിക്കരുത് എന്ന് പറഞ്ഞ് എന്നെ കൊണ്ട് ഈ ദേവിയുടെ മുന്നിൽ വെച്ചിട്ട് തന്നെയാണ് സത്യമെടിയിപ്പിച്ചത്, അതുകൊണ്ടാണ് ഞാൻ മറച്ചു വെച്ചത്. അപ്പോൾ എനിക്ക് എൻ്റെ മുരുകൻ വന്ന ഉടനെ തന്നെ എന്നെ ഒന്ന് വിളിച്ച് പറയായിരുന്നില്ലേ പൂജാരി എന്ന് ചോദിക്കുമ്പോൾ അതിന് കൃഷ്ണ, നീ വിഷമിക്കണ്ട, എനിക്ക് അവർ രണ്ടുപേരും വാക്ക് തന്നിട്ടുണ്ട്, ദേവിയുടെ ഉത്സവത്തിൻ്റെ അന്ന് അവർ രണ്ടുപേരും ഇവിടേക്ക് വരാമെന്ന് വാക്ക് തന്നിട്ടുണ്ട്. അവർക്ക് 8 വർഷത്തോളമായി കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ, കല്യാണം കഴിഞ്ഞ് ഇതുവരെയും കുഞ്ഞുങ്ങളില്ലാത്തതിൻ്റെ പേരിൽ അവർ ഇവിടെ വന്ന് പൊങ്കാല ഇടാനാണ് വന്നത് എന്നൊക്കെ പറയട്ടോ. അപ്പോൾ കൃഷ്ണൻ പറയണേ, എന്തായാലും എൻ്റെ മുരുകൻ ഈ ചാമുണ്ടേശ്വരിയെ മറന്നില്ലല്ലോ, അത് തന്നെ എനിക്ക് വലിയ ആശ്വാസം. എൻ്റെ മുരുകൻ ഒരു പാവമാണ്, അവന് ഈ നാട്ടിൽ നിന്നും ഒളിച്ചോടി പോവേണ്ട ഗതി വന്നതും എല്ലാം തന്നെ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കാരണത്താൽ തന്നെയാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവൻ ആ കൊലപാതകം ചെയ്തത്, അവൻ ഒരു തെറ്റും ചെയ്യാത്തവൻ തന്നെയാണ്, അവൻ എന്നെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ കൊലപാതകം ചെയ്തത്, എൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ആ കുറ്റം ഏറ്റെടുത്തത് എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ കൃഷ്ണ പറയുന്നുണ്ട്. അങ്ങനെ ആ കടപ്പാടൊക്കെ എൻ്റെ മുരുകനോട് ഞാൻ എങ്ങനെ വീട്ടും എന്നൊക്കെ സങ്കടപ്പെട്ടുകൊണ്ട് തന്നെയാണ് കൃഷ്ണ അങ്ങനെ പറയുന്നത് പൂജാരിയോട്. അപ്പോൾ എല്ലാം ശരിയാവും, ചാമുണ്ടേശ്വരി നിങ്ങളെ നേരിൽ കാണാനുള്ള ഒരു അവസരം ചാമുണ്ടേശ്വരി തന്നെ ഒരുക്കി തരും എന്നൊക്കെ പൂജാരി പറയാണ്. അങ്ങനെ കൃഷ്ണൻ സമാധാനത്തോടു കൂടി പോവുകയാണ്. മുരുകന് ഒരു കുഴപ്പവുമില്ല, സന്തോഷത്തോടു കൂടി തന്നെയാണ് മുരുകൻ ജീവിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ പൂജാരി പറയുന്നത് കേട്ടപ്പോൾ കൃഷ്ണൻ അങ്ങ് ആശ്വാസമാവാൻ കേട്ടോ. എന്നിട്ട് കൃഷ്ണൻ ചോദിക്കുന്നുണ്ട് പൂജാരിയോട്, അവരെവിടെയാണ് താമസിക്കുന്നത് എന്ന് പൂജാരിയോട് പറഞ്ഞു. ഇല്ല, അതിനെക്കുറിച്ചൊന്നും അവർ പറഞ്ഞില്ല, എന്തായാലും അവരിനി ഉത്സവത്തിന് വരാമെന്നല്ലേ പറഞ്ഞത്, അന്ന് എല്ലാ കാര്യവും നിങ്ങൾക്ക് തന്നെ നേരിൽ ചോദിച്ചറിയാലോ എന്നൊക്കെ പൂജാരി പറഞ്ഞ ശേഷം കൃഷ്ണൻ പിന്നെ അവിടെ നിന്ന് അങ്ങ് പോവാണ്. ഈ സമയത്ത് മുരുകനും മുരുകൻ്റെ ഭാര്യ ലതയും കൂടി വീട്ടിലെത്തുകയാണ്. എന്നിട്ട് ലതയോട് ചോദിക്കുന്നുണ്ട്,
ഇപ്പോൾ നിനക്കൊരു ആശ്വാസമായില്ലേ ലത എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നല്ല ആശ്വാസമായി. ഇനി നമുക്ക് എന്തായാലും കുഞ്ഞുണ്ടാവുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു. എനിക്കൊരു വലിയൊരു സംതൃപ്തിയാണ് എനിക്ക് അവിടെ പോയി വന്ന ശേഷം തോന്നുന്നത്. ഏട്ടൻ അങ്ങനെയൊന്നും തോന്നുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ മുരുകൻ പറയണേ, എനിക്ക് നല്ല സമാധാനമുണ്ട്. അതുകൊണ്ട് ഇനി നീ പറഞ്ഞത് പോലെ തന്നെ നമുക്ക് കുഞ്ഞുണ്ടാവുമെന്ന് എനിക്ക് മനസ്സിലേക്ക് നല്ലൊരു തോന്നലും വിശ്വാസമൊക്കെ ഉണ്ട് എന്നൊക്കെ പറയണേ. അങ്ങനെ ലത പറയണേ, എന്തായാലും അവിടുത്തെ ഉത്സവത്തിൻ്റെ അന്ന് നമുക്ക് എന്തായാലും പോവണം ഏട്ടാ എന്നങ്ങ് പറയുമ്പോൾ മുരുകൻ്റെ മുഖം അങ്ങ് മാറുകയാണ് കേട്ടോ. ഇനിയും അവിടേക്ക് പോവണം എന്നുള്ള കാര്യം ലത പറഞ്ഞപ്പോൾ ആകെ അങ്ങ് പേടിക്കുകയാണ്. അതെന്താ ഏട്ടാ, ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ ഏട്ടൻ്റെ മുഖഭാവം അങ്ങ് മാറിയല്ലോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, ഞാനിതാ പുറത്തുനിന്ന് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഇങ്ങ് വന്നതല്ലേ ഉള്ളൂ. ആ സമയത്ത് ഇപ്പോൾ ഡ്രസ്സൊന്നും മാറ്റിയിട്ടില്ലല്ലോ, അതിൻ്റെ കാര്യം ആലോചിച്ചതാണ്. നീ വെറുതെ ഓരോന്ന് പറഞ്ഞു കൂട്ടണ്ട എന്നൊക്കെ പറയട്ടോ. അല്ല, നമുക്ക് എന്തായാലും അവിടുത്തെ ഉത്സവത്തിൻ്റെ അന്ന് പോവാം, അതിന് ഏട്ടൻ സമ്മതിക്കണം എന്നൊക്കെ പറയുമ്പോൾ മുരുകൻ വീണ്ടും അങ്ങ് കൊടുങ്ങാണ്. മുരുകൻ മനസ്സിൽ കരുതുന്നുണ്ട്, ഇപ്പോൾ അവിടുത്തെ പൊങ്കാല ഇടൽ കഴിഞ്ഞ് തിരിച്ചു വന്ന് ഇനിയിപ്പോൾ അവിടുത്തെ ഉത്സവത്തിന് പോകണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണല്ലോ ലത എന്നുള്ള മനസ്സിലിങ്ങനെ മുരുകൻ കരുതാണ്. എന്നിട്ട് അങ്ങ് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. പിന്നീട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി സുന്ദരിയും അച്ചമ്മയും വിനീതും മാലിനിയും മഴയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. ഈ സമയത്ത് ഓരോന്നായിട്ട് മഴയോട് ചോദിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുകയാണ് കേട്ടോ. അപ്പോൾ വിനീതും അച്ചമ്മയും ഇങ്ങനെ ചോദിച്ചറിയുന്നുണ്ട്, മോളെ എവിടെയായിരുന്നു, നീ എന്താ ക്ലാസ്സിലുണ്ടായിരുന്നില്ലല്ലോ, നിന്നെ ഞങ്ങൾ ഒരുപാട് തിരഞ്ഞതാണല്ലോ, അവിടെ മോളെ കണ്ടില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ മഴ ഒട്ടും കുറഞ്ഞു കൊടുക്കാതെ തന്നെ പറയാണ്, ഇല്ല, ഞാൻ അവിടെ ഉണ്ടായിരുന്നു, മോള് കള്ളം പറയരുത്, സത്യം എന്താണെന്ന് വെച്ചാൽ പറ എന്നങ്ങ് സുന്ദരി ചോദിക്കുമ്പോൾ പിന്നീട് മഴയ്ക്കൊരു കൺഫ്യൂഷൻ പോലെ ആവുകയാണ് കേട്ടോ. അമ്മയോട് കളവ് പറയുന്നതിൽ ഒരു വിഷമം തോന്നുകയാണ്. അങ്ങനെ മഴ ഇങ്ങനെ ചിന്തിക്കുകയാണ്. അവിടുന്ന് ദീപ ടീച്ചറും ആ സാറും പറഞ്ഞ കാര്യം ചിന്തിക്കുകയാണ്. PT മാഷിൻ്റെ ജോലി വരെ പോവും, ദീപ ടീച്ചറുടെ ജോലിയും പോവും, അതുകൊണ്ട് മോള് അമ്മയോടൊന്നും ഇക്കാര്യം പറയരുത് എന്ന് അവർ പറഞ്ഞ പ്രകാരം തന്നെയാണ് മഴ കള്ളം പറയാൻ വീണ്ടും നിൽക്കുന്നത്. അപ്പോൾ മഴ വീണ്ടും പറയും, ഇല്ല അമ്മേ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്, ഞാൻ ക്ലാസ്സിലിരുന്ന് ഉറങ്ങിപ്പോയതാണ് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും മഴ അങ്ങനെ തന്നെ പറയട്ടോ. അത് കേൾക്കുമ്പോൾ സുന്ദരിയിൽ ഒരു ചെറിയ സംശയം വീണ്ടും തുടങ്ങുകയാണ്. മഴ കള്ളം പറയുക തന്നെയാണ്, ഇതിലെന്തോ ഒരു ദുരൂഹതയുണ്ട്, മോൾ എന്നിൽ നിന്നും എന്തോ മറച്ചു വെക്കുന്നുണ്ട് എന്നുള്ള കാര്യമൊക്കെ വീണ്ടും സുന്ദരി മനസ്സിൽ കരുതാണ്. അതുവരെയാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്.